ഹോം മെയ്ഡ് അച്ചാറുകളും ചമ്മന്തിപ്പൊടിയും കിട്ടുന്ന ഒരു ചെറിയ കടയാണ്. കടയുടെ വലിപ്പം ഒന്നും നോക്കരുത്, ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇതൊന്ന് എല്ലാം ഒന്ന് കണ്ടു നോക്കാം. മാം, ഇത് ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ, ഏത് ടൈപ്പ് അച്ചാറുകൾ? ഇവിടെ ഞങ്ങള് വീട്ടിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള പിക്കിൾസ്, അതാണ് മെയിൻ. പിന്നെ പൊടി ഐറ്റംസ് ഉണ്ട്. സദ്യക്ക് വിളമ്പുന്ന പോലത്തെ ടൈപ്പ് സാമ്പാർ പൊടി, രസപ്പൊടി, ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി, വത്തക്കുഴമ്പിന്റെ പൊടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാ. പിന്നെ വറ്റൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, പക്ഷെ നമുക്ക് സമയം കൊണ്ടിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള വെണ്ടയ്ക്ക, ചീനി അമരയ്ക്ക, പാവയ്ക്ക, ചുണ്ടയ്ക്ക, തൈരുമുളക്, മണത്തക്കാളി, അങ്ങനത്തെ കുറെ ഐറ്റംസ് അതിന്റെയൊക്കെ തൈരിലിട്ട് ഉണക്കി വറുത്തെടുത്ത് നമ്മൾ കാലങ്ങളായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതാണ്. നമുക്ക് ഇരിക്കും, ഇത് 1 വർഷത്തിന് മുകളിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ പൊടി ഐറ്റംസിനൊക്കെ എല്ലാം 6-8 മാസം വരെ ഇരിക്കുന്ന ടൈപ്പില് നല്ല വറുത്തൊക്കെയാണ് എടുക്കുന്നത്. ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ്. പിന്നെ അച്ചാർ ഐറ്റംസും എല്ലാം കാലാവധി ഉള്ളത്. അതൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, തക്കാളി തൊക്ക് എന്ന് പറയും. തക്കാളി മെയിൻ ആയിട്ട് ഇട്ടിട്ടുണ്ടാക്കുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും നല്ലതാണ്, ചോറിന്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇനി വേറെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിരണ്ടൈ തൊക്കുണ്ട്. മുട്ടുവേദനയ്ക്കൊക്കെ നല്ലതാണ്, ഔഷധ ഗുണമുള്ള സാധനമാണ് പിരണ്ടൈ തൊക്ക് എന്ന് പറയുന്നത്. പിന്നെ പുളിമുളക് അച്ചാറ്, ഒനിയൻ തൊക്ക്, കറിവേപ്പില തൊക്ക്, പിന്നെ നാർത്തങ്കാട് അച്ചാറുണ്ട്. അത് മറ്റേ ദഹനത്തിനൊക്കെ നല്ലതാണ് ഈ നാർത്തങ്ക ടൈപ്പ്. പിന്നെ വത്തക്കുഴമ്പും നമ്മളുടെ മെയിൻ ഒരു സാധനമാണ്. വത്തക്കുഴമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതൊക്കെ ഇരുന്നാൽ ചീത്തയാവും? ഇരിക്കും. അത് നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലെണ്ണയും ഉപ്പും ചേർക്കുമ്പോൾ മെജോറിറ്റി ഒരുവിധ സാധനങ്ങളൊന്നും ചീത്തയാവില്ലല്ലോ. പിന്നെ നാരങ്ങ അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് മണത്തക്കാളി, തൈരുമുളക്, ഇത് ചുണ്ടയ്ക്ക, ഇത് വാഴത്തണ്ട് വട. വാഴത്തടയുടെ പിണ്ടിയുടെ ചാറെടുത്തിട്ട് നമ്മൾ റൈസ് ഫ്ലോറും കൂടെ ചേർത്ത് അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി വെയിലിൽ വെച്ച് ഉണക്കിയെടുക്കും. വാഴത്തണ്ടിന്റെ വട. അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഉണക്കിയെടുക്കുന്ന. പിന്നെ ഇത് ചുണ്ടയ്ക്ക അല്ലേ? ചുണ്ടയ്ക്ക. പിന്നെ സാമ്പാർ പൊടി ഉണ്ട്. ഇത് വെണ്ടയ്ക്ക. ഇത് വെണ്ടയ്ക്ക വറ്റത്. ജസ്റ്റ് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണം. വെയിലത്തുണങ്ങണാണോ ഇത്? വെയിലത്ത് ഉണക്കി വെച്ചതാണ്. പിന്നെ സാമ്പാർ പൊടിയല്ലേ? സാമ്പാർ പൊടി ഇത് വീട്ടിലുണ്ടാക്കുന്നതല്ലേ? അതെ. ചമ്മന്തിപ്പൊടിയുണ്ട്. ഇത് ഇഡ്ഡലി പൊടി, ഇത് ചമ്മന്തിപ്പൊടി. പിന്നെ രസപ്പൊടി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇത് നോർമൽ രസപ്പൊടി, ഇത് കുരുമുളക് രസപ്പൊടി. കുരുമുളക് കൂടുതൽ ഇട്ടുണ്ടാക്കുന്നു. അത് മിനി പപ്പടമാണ്, വെളുത്തുള്ളിയുടെ മിനി പപ്പടം. ഇത് തക്കാളിയുടെ മിനി പപ്പടം. ഇത് വന്നിട്ട് അരിപ്പൊടിയും ഉണ്ട്, മരച്ചീനിയുടെ സ്റ്റാർച്ചും ഉണ്ട്. എന്നിട്ട് അതിന്റെ ഫ്ലേവർ ചേർക്കുന്നതാണ്. അങ്ങനെ ഇതിന്റെ കളർ ചേഞ്ച്. അത് തക്കാളിയുടെ. തക്കാളിയാണ്. പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ട്. ഇത് കണ്ണിമാങ്ങ അച്ചാറ്. പിന്നെ ചെവ്വരിശിയുടെ വറ്റല്, കൂഴുവത്തല്, അതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ചെവ്വരിശി. ഇതാണ് ചെവ്വരിയുടെ വറ്റല്. ഇത് ജസ്റ്റ് കാപ്പിക്കും എടുക്കാം, നമുക്ക് ചോറിന്റെ കൂടെയും കഴിക്കാൻ എടുക്കാം. ചവ്വരിശി എന്ന് പറയുന്നത് നമ്മുടെ ചവ്വരി, മറ്റേ റൗണ്ട് ആയിട്ട് ഇരിക്കത്തില്ല, ചവ്വരി കുതിർത്തിട്ടുണ്ടാക്കണം. വെയിലത്തുണക്കിയത്. അത് നമ്മളൊരു കൂഴ് പോലെ കാച്ചി ജീരകം എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ പായില് അതിങ്ങനെ ഓരോ തവി വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് അത് വെയിലത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ചീത്തയാവില്ല, അതിങ്ങനെ ഇരിക്കും. ജസ്റ്റ് എപ്പോ ആവശ്യമുണ്ടോ അപ്പൊ എടുത്ത് പൊരിച്ച് ഉപയോഗിച്ചെടുക്കാം. പിന്നെ ഇത് കുച്ചിവത്തല്, ഇത് തന്നെ റൈസ് ഫ്ലോറിന്റെ തന്നെയാണ്, പക്ഷെ ഷേപ്പ് വ്യത്യാസം, നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന ടൈപ്പ്. ഇതെന്താ? കുച്ചിവത്തൽ എന്ന് പറയും. അല്ലെങ്കിൽ കുച്ചിയായിട്ട് ഇരിക്കുന്നില്ല, അതുകൊണ്ടിട്ടാണ് അതിന്റെ ആ ഒരു പേര് അങ്ങനെ. അങ്ങനെ. പിന്നെ താമരത്തണ്ടുണ്ട്. താമരത്തണ്ട്, താമരയുടെ തണ്ട് ഉണക്കിയെടുത്തിട്ട് അതും വയറിനൊക്കെ നല്ലതാണ്, ആരോഗ്യമുള്ള ടൈപ്പാണ്. ഇനി ഇത് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കും. ഇത് ചീനി അവരക്ക അല്ലേ? ചീനി അവരക്കയുടെ. പിന്നെ ഇത് വെങ്കായ വട, വെങ്കായം ഇട്ടിട്ടുണ്ടാക്കുന്നു. ഇതിന്റെ ചെറുള്ളിയും ഉണ്ട്, സവാളയും ഉണ്ട്. ഇതിപ്പോ മിക്സ്ഡ് ആയിട്ടാണ്, ചെറുള്ളിയും ഇട്ട് മാത്രം ചെയ്യുന്നതും ഉണ്ട്. ഇത് വെയിലത്തുണക്കിയെടുക്കും. അരിപ്പൊടിയായിട്ട് ചേർത്ത്. ഇത് ബീട്രൂട്ട് ആണോ? ബീട്രൂട്ട്. ഇത് ബീട്രൂട്ട്.
ഇതെന്ത് തക്കാളിയോ? തക്കാളി തന്നെ. തക്കാളി. മിനി പപ്പടം എന്ന് പറയും അതിന്, ചെറിയ സൈസിൽ ഇടുന്ന കൊണ്ടിട്ട്. മുറുക്ക്. മറ്റൊരു ഫേമസ് ആണ് മരച്ചീനി കപ്പ പപ്പടം. ഇത് ഇവിടുത്തെ കപ്പ പപ്പടമാണ്. ഇത് കൂടുതലായിട്ട് പോകുന്നതാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? ഇത് 70 രൂപ. 25 എണ്ണം ഉണ്ട് ഒരു പാക്കറ്റില്. ഇത് തന്നെ നമ്മൾ അരച്ചുണ്ടാക്കുന്നത്. ഇതില് പൊടി ഉണ്ടാക്കുന്നതും മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ അരച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. കപ്പ വാങ്ങിച്ച് ചിരുകി അരച്ച് മുളകും കായപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് നമ്മള് കൂഴി കാച്ചുന്ന പോലെ കാച്ചിയെടുക്കും. എന്നിട്ട് അത് നമ്മള് പായിലിട്ട് ഉണക്കിയെടുക്കും. ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടാനോ അല്ലെങ്കിൽ? അല്ല, ഓൺലൈനിലില്ല. നമ്മള് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. കൊറിയർ സർവീസ് ഉണ്ട്. നമ്മളുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദൂരെ ആണെങ്കിലും അയക്കുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ തന്നെ എവിടെ വേണമെങ്കിലും അയക്കുന്നുണ്ട്. ഒന്നിലെ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ ചെയ്യുന്നു. അങ്ങനെ. പിന്നെ നിയർ ബൈ എല്ലാം ഹോം ഡെലിവറിയും ചെയ്യുന്നു. ഇത് കല്ലടക്കുറിച്ചിന്ന് ഫേമസ് ആണ് അരിശിയപ്ലാമും ഉഴുന്നപ്ലാമും. അത് നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് അരിശിയപ്ലാം, ഇത് ഉഴുന്നപ്ലാം. ഉലകത്തിൽ ഒരേ ഒരു സ്വർഗം അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം.